പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. വാ ചേച്ചി, ചേച്ചി. ആ ശ്യാമയുണ്ടോ? ആന്റിക്ക് സുഖല്ലേ? സുഖാ മോളെ, വാ ഇരിക്കേ. സുഭദ്രേച്ചി എവിടെ? പൂജാമുറിയിലാണോ? അതെ. ആ, ഇവള് സുഭദ്രേച്ചിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ആണോ? എന്താ വിശേഷം? ജോലി വല്ലതും ആയോ? ഹേയ്, ജോലിയൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഇവളിപ്പോ എന്ത് ജോലിക്ക് പോകാനാ? അതെന്താ? PG കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടാൻ അത്ര പ്രയാസമാണോ? ഇഷ്ടമുള്ള വിഷയമല്ലേ അവള് പഠിച്ചത്. അതിലെന്തെങ്കിലും സാധ്യത കാണാതാണോ? അല്ലേ മോളെ? അതെ. ഇവള് ജോലിക്ക് പോകും, പക്ഷേ അതങ്ങനെ ചെറിയൊരു ജോലിയൊന്നും അല്ല. ഇവളെ സിവിൽ സർവീസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ പോവാ. അതെ, കോച്ചിങ്ങിന് ചേരും മുമ്പ് സുഭദ്രേച്ചിയുടെ അനുഗ്രഹം വാങ്ങിക്കാമെന്ന് കരുതിയാ ഇപ്പൊ വന്നത്. ആണോ? നന്നായി മോളെ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾക്ക് ഇങ്ങനെ ഒരു ആലോചനയെങ്കിലും ഉണ്ടായല്ലോ. കോച്ചിങ്ങിന് ഡൽഹിയിലാണോ പോകുന്നേ? അല്ല ആന്റി, ഇവിടെ ഒരു പുതിയ സെന്റർ തുടങ്ങിയിട്ടുണ്ട്, അവിടെയാ പോകുന്നത്. ഇവിടെയുള്ളവർക്ക് അത്രയ്ക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉണ്ട് ആന്റി. ഇപ്പോ കേരളത്തിൽ തന്നെ പഠിച്ചെഴുതുന്നവർക്ക് റാങ്ക് കിട്ടുന്നുണ്ട്. ആദ്യം ഇവിടെ ഒന്ന് പഠിച്ചെഴുതി നോക്കട്ടെ. പ്രിലിമിനറി കടന്നു കിട്ടിയാൽ ബാക്കി അപ്പം നോക്കാം. എന്നാ പിന്നെ അങ്ങനെ ചെയ്. ശ്യാമയ്ക്ക് ഡൽഹിയിൽ കോച്ചിങ്ങിന് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഞാൻ ചെയ്തു തരാം. വേണ്ട ആന്റി, അച്ഛൻ പറഞ്ഞ പോലെ ആദ്യം ഇവിടെ നിന്ന് പഠിച്ചു നോക്കട്ടെ. അത് കഴിഞ്ഞ് പിന്നെ വേണമെങ്കിൽ ഡൽഹിയിൽ നോക്കാം. ആ മഹി, ശിവാനിയെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ നിനക്ക്? അവക്ക് ക്ലാസ് ഉണ്ട് ചേച്ചി. ഓ, അത് ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എടുക്കാം. അപ്പോഴേക്കും നിങ്ങൾ പോയി സുഭദ്രേച്ചിയെ കണ്ടിട്ട് വാ. ചേച്ചി പൂജാമുറിയിലുണ്ട്. ശരി, വാ മോളെ. നന്നായി വരും. നിന്റെ ആഗ്രഹം എല്ലാം നടക്കും. നന്നായി പഠിക്കണം, റാങ്ക് വാങ്ങണം. ഇങ്ങനെ ഒരു ആഗ്രഹം ഇവള് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു, സുഭദ്രേച്ചി നിന്നെ ഇനിയും പഠിപ്പിക്കണമെന്ന് പറയുമെന്ന്. ഒന്നും കാണാതെയും മനസ്സിലാക്കാതെയും ചേച്ചി അങ്ങനെ പറയില്ലല്ലോ. നമ്മുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ഗ്രഹനില ചേച്ചിയുടെ മനസ്സിൽ ഭദ്രമല്ലേ. ഇവക്ക് ഇനി കളക്ടറാകാൻ യോഗം ഉണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമല്ലേ. ആ, ഇരിക്കട്ടെ നമ്മുടെ കുടുംബത്തിൽ ഒരു കളക്ടർ, അല്ലേ ചേച്ചി? നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുക, ബാക്കിയൊക്കെ ഭഗവാന്റെ ഇഷ്ടത്തിന് വിടുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമെന്നും നേടുമെന്നും വാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമുക്ക് കിട്ടേണ്ടതൊക്കെ ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഇനിയും നമുക്ക് കിട്ടേണ്ടതെല്ലാം ഭഗവാൻ കൃത്യസമയത്ത് നമ്മളിലേക്ക് എത്തിച്ചു തരും. നഷ്ടപ്പെടേണ്ടതെല്ലാം എടുത്തു മാറ്റുകയും ചെയ്യും. നേരെ ക്ലാസ്സിലേക്കാണോ മോള് പോകുന്നത്? ആ അതെ ആന്റി. ശരി, സമയം കളയണ്ട, ചെല്ല്. നമുക്ക് ഇറങ്ങാം അച്ഛാ. ഇറങ്ങാം മോളെ. ശരി ചേച്ചി. ശരി മോളെ.